സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ തയ്യാറാക്കാം. അതിനായിട്ട് 200 ഗ്രാം അട നന്നായി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു 20 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. നന്നായി വെന്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട കൂടിയിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. നന്നായി വരണ്ട് വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം. 3 കപ്പ് മൂന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നാം പാൽ ഒന്ന് വറ്റി കുറുകി വരുമ്പം ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. മൂന്നാം പാൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഈ രണ്ടാം പാലും കൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ പായസം പിരിഞ്ഞു പോകും. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തതിന് ശേഷം അതും കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ.